നമസ്കാരം. സെൽഫ് മിററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പവിഴം. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ മെൻ്റലിസ്റ്റാണ്, ഹിപ്നോട്ടിസ്റ്റാണ്, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്, ലൈഫ് കോച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് നിരന്തരം ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് 100% ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, സത്യസന്ധത പുലർത്തുന്നുണ്ട്, നിങ്ങളൊരു കളവും ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് കിട്ടുന്നത് കുറേ അവഗണനകളും അപമാനങ്ങളും അവഹേളനകളൊക്കെയാണ്. എന്തുകൊണ്ടാണ് അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ജീവിച്ചിട്ടും അയാൾ എന്നോട് പെരുമാറുന്ന രീതികൾ ശരിയല്ല, എനിക്ക് ശരിയായ അറ്റൻഷൻ കിട്ടുന്നില്ല, അയാളിൽ നിന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകളുടെ മെസ്സേജിനെ തുടർന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന വ്യക്തി, ഇപ്പം നിലവിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ഒരു വ്യക്തി ആയിരിക്കാം, അവരോടൊക്കെ നിങ്ങൾ നീതിപൂർവ്വം ന്യായപൂർവ്വം ഒക്കെ പെരുമാറിയിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സക്സസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അതിൻ്റെ റീസൺ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റു ബന്ധങ്ങളിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴെങ്കിലും പ്രണയിച്ച ഒരു വ്യക്തി ആവണമെന്നില്ല, നിങ്ങളുടെ പാരൻസ് ആകാം, നിങ്ങളുടെ സഹോദരങ്ങളാകാം, നല്ല സുഹൃത്തുക്കളാകാം. അങ്ങനെ നിങ്ങളോട് ആത്മാർത്ഥത കാണിച്ച, നിങ്ങളോട് സത്യസന്ധത കാണിച്ച, നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ടൈം സ്പെൻഡ് ചെയ്ത ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും, നിങ്ങളുടെ ഈ ഒരു കാലഘട്ടം വരെ എത്തിയിട്ടുണ്ടാവും. ആ വ്യക്തികളോട് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് നിങ്ങൾ എന്താണ് കൊടുത്തത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ സാഹചര്യം കൊണ്ടോ പലരെയും നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്, അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ ലവ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. പക്ഷേ അതിനൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ അവരെ അവരുടെ സ്നേഹവും അവരുടെ പരിഗണനയും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല. പക്ഷെ അവർ തന്നതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യുക, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ അവർക്ക് നിങ്ങൾ അവരെ അപമാനിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അവരെ അവഹേളിച്ചപ്പോൾ അവരിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ട്രോമയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ട ഒരു വേദനയുണ്ട്. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവേഴ്സ് ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകാൻ പറ്റുന്നില്ല, പൊരുത്തക്കേടുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട്, നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോലും അവർക്കത് മനസ്സിലാകുന്നില്ല, അവരത് വാല്യൂ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഈ ലൈഫ് ജേണിയിൽ നിങ്ങൾ ആരോടെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ടത്. അവരെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരാൻ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ചെയ്യുന്നത് ഈ പാർട്ട്ണറുടെ പുറകെ ഫോഴ്സ് ചെയ്ത് പോവുക, അവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വീണ്ടും വീണ്ടും സ്നേഹം കാണിക്കുക, കണ്ണിക്കണ്ടതൊക്കെ അവർക്ക് വാങ്ങി കൊടുക്കുക, അവരുടെ പുറകെ നടക്കുക, ചേസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അവരുടെ ലാസ്റ്റ് ടൈം നോക്കുക, അവർ ഓൺലൈനിൽ ഉണ്ടോ എന്ന് നോക്കുക, എന്തുകൊണ്ട് നിങ്ങളെ ചാറ്റ് ചെയ്യുന്നില്ല എന്ന് നോക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നൊന്നും തരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവരെ കിട്ടില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങളെ കുറച്ചെങ്കിലും സ്നേഹിച്ചിരുന്നോ എന്ന് തോന്നുന്ന ആളുകൾ, നിങ്ങളെ കുറച്ചെങ്കിലും പരിഗണിച്ചിരുന്നു എന്ന് തോന്നുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളൊന്ന് എഴുതിയുണ്ടാക്കുക. നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, നിങ്ങൾ
നിങ്ങളെ പരിഗണിച്ചിരുന്ന കാലഘട്ടം ഓർക്കുക, അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ ഓർക്കുക, നിങ്ങളെ സ്നേഹിച്ചതോർക്കുക, അവരുടെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് അവർ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സമയമൊക്കെ ഒന്ന് മനസ്സിലോർത്ത് അവരോട് താങ്ക്സ് പറയുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. അത് മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലും മതി. ഓരോരുത്തരെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് എൻ്റെ കൂടെ അത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്, എന്നെ സ്നേഹിച്ചതിന്, എൻ്റെ കൂടെ നിന്നതിന്, അങ്ങനെയൊക്കെ നിങ്ങൾ അവരോട് നന്ദി പറയുക. അതൊരു ശീലമാക്കുക. ലൈഫിൽ നിങ്ങൾ സ്നേഹിച്ച എല്ലാവരെയും ഓർത്തോർത്ത് നന്ദി പറയുക. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ അതിൽ നന്ദി പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളോടൊക്കെ ആവും, അവർ നിങ്ങളുടെ പുറകെ ഇങ്ങോട്ട് വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. നമ്മളെ ലൈഫിൽ നമ്മൾ നല്ലത് ചെയ്താലും കർമ്മയുണ്ട്, മോശം ചെയ്താലും കർമ്മയുണ്ട്. പിന്നെ ഒരുപാട് എനർജി, ലവ് എനർജീനെ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് മുന്നോട്ട് നമുക്ക് ലവ് എനർജി കിട്ടണോ വേണ്ടയോ, അതെത്രത്തോളം കിട്ടണം, അതെങ്ങനെ നമ്മുടെ ലൈഫിൽ നിൽക്കണം എന്നുള്ളതൊക്കെ തീരുമാനമാകുന്നത് ലവ് എനർജിയെ നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളോടുള്ള നിങ്ങളുടെ ലവ് എനർജി അതെങ്ങനെയായിരുന്നു? അത് കറക്റ്റായിരുന്നോ? അത് ശരിയായ രീതിയിലാണോ നിങ്ങൾ ആ ലവ് ഉപയോഗിച്ചത്? അച്ഛനോടും അമ്മയോടും നിങ്ങൾ സ്നേഹം പുലർത്തിയിട്ടുണ്ടോ? അവരോട് നിങ്ങൾ നീതി കാണിച്ചിട്ടുണ്ടോ? അവർ കാണിച്ച സ്നേഹത്തിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, വാല്യൂ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സഹോദരങ്ങളോ ഫ്രണ്ട്സോ ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങൾ ആ സ്നേഹത്തിനെ വാല്യൂ ചെയ്തിട്ടുണ്ടോ? ആ ലവ് എനർജിയെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്തത്? അങ്ങനെ ലവ് എനർജിയെ പറ്റിയിട്ട് നിങ്ങളുടെ ഉപയോഗ രീതി എങ്ങനെയാണ്, നിങ്ങൾ ലവ് എനർജീനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, നിങ്ങളതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് അതിന് നൽകുന്നത്, ഇതനുസരിച്ചാണ് മുന്നോട്ട് നിങ്ങളിലേക്ക് വരുന്ന ആളുകൾ നിങ്ങളോട് പെരുമാറുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കപ്പെട്ട ആളുകൾ, നമ്മളെ സ്നേഹിച്ച ആളുകൾ, ഇതുവരെയുള്ള ജീവിതത്തിൽ അവരെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അവരുടെ സ്നേഹത്തിന്, അവരുടെ പരിഗണനയ്ക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മാത്രമേ നല്ല രീതിയിലാണ് നമ്മൾ ലവ് കെയർ ചെയ്യുന്നത്, നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ സ്നേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ 100% ഉറപ്പാണ് നമ്മളുടെ ഇപ്പോഴത്തെ ലവറടക്കം നമ്മൾ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ അറ്റൻഷനാണോ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ആരുടെ അറ്റൻഷനാണ് വേണ്ടിയിട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കൊതിക്കുന്നത്, അത് നമ്മളിലേക്ക് വരും. അപ്പോൾ ഭാവിയിലുള്ളത് എടുക്കണമെങ്കിൽ എന്ത് വേണം? നിലവിലുള്ളത് ഭംഗിയായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഭാവിയിലുള്ളത് ആഗ്രഹിക്കുന്നത്, ഭാവിയിലുള്ളത് എടുക്കണമെങ്കിൽ എന്ത് വേണം? നിലവിലുള്ളത് ഭംഗിയാവണം. ഉദാഹരണം പറഞ്ഞാൽ, അപ്പുറത്തെ പുഴയ്ക്കപ്പുറത്തിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നീന്തി എടുത്തുകൊണ്ട് വരണമെങ്കിൽ നീന്തി പോകാനുള്ള കൈകാലിൻ്റെ ഫലം നിങ്ങൾക്ക് വേണ്ടേ? ആ ഫലം എങ്ങനെ കിട്ടും? ഇവിടെ നിൽക്കുന്നിടത്ത് നിങ്ങൾ ആ ഫലം ഉണ്ടാക്കണം. എന്ന ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്പുറേ കടന്നു പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അവരൊക്കെ സ്നേഹിച്ചതിനും അവരൊക്കെ തന്നതിനെല്ലാം നന്ദിയും കടപ്പാടും ഒക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പാണെങ്കിലും എല്ലാം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിലോ അതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.